ഹബീബായ തങ്ങളിട്ട് ചില മുശ്രിക്കീങ്ങൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിട്ട് ചില പ്രശ്നങ്ങൾ കേട്ടേ. അല്ലാഹുവിന്റെ റസൂലിട്ട് 1, 2, 3 പ്രശ്നങ്ങൾ കേൾക്കടെ. മുഹമ്മദേ, ദുൽഖർനൈൻ ചക്രവർത്തി ചൊന്നെങ്കിൽ 6 ചൊല്ലുന്നു. അസ്ഹാബുൽ കഹഫിലുള്ള ബാലകാരന്മാരെ 6 ചൊല്ലുന്നു. അതേ മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവിടെ സംബന്ധിച്ച് ചൊന്നു തർന്നു. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുട പെണ്ണുങ്ങളെ നാളെ ചൊല്ല 3 പ്രശ്ന ഉത്തര അല്ലാഹുവിന്റെ റസൂലിട്ട് കേൾക്കുമ്പോ നബി തങ്ങൾ ചൊല്ലുട നാളെ ചൊല്ല. അങ്ങ വന്ന് കേട്ട എന്ത് ഗോന്തുണ്ട്? ഈ 3 പ്രശ്നയുടെ ഉത്തര ചൊല്ലുന്നത് അല്ലാഹുവിന്റെ ഒരു നബിക്ക് അല്ലാണ്ട് സാധ്യമില്ല. അതുകൊണ്ട് മക്കത്തെ ചില മുശ്രിക്കീങ്ങള് ഹബീബായ തങ്ങളെ നബി ചൊന്നു വാദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ തൗഹീദിന്റെ സന്ദേശത്തെ ചൊന്നു കൊടുക്കുമ്പോ അതാ നബിയെ എങ്ങനെ സോപ്പാട്ടണോ, മുഹമ്മദിനെ എങ്ങനെ കൊടുക്കണോ ചൊന്നു കാത്തക്കണമാർ നേരെ മദീനത്ത് 500 ചില്ലാര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് മദീനത്ത് പോയിട്ട് ജൂത പണ്ഡിതന്മാരൊട്ടിക ഞങ്ങളെ രായത്തിന് നബി ചൊന്നു വാദിക്കണ ഒരാള് വന്നു ചൊല്ലുമ്പോ ജൂത പണ്ഡിതന്മാർ ചൊന്നു കൊടുത്ത പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നം മുഹമ്മദ് പോയി കേൾക്കണോ, അയാള് ഉത്തര ചൊല്ലണുകാവില്ലെങ്കിൽ അയാളെ കൊല്ലണോ, അഥവാ ഉത്തര ചൊല്ലോട്ട് കണ്ടെങ്കില് അയാള് അല്ലാഹുവിന്റെ പ്രവാചകനോ ചൊല്ല വിഷയത്തിൽ സംശയമില്ല. എത്ര വില ഒരു അഗ്നി പരീക്ഷയായിട്ട് ഈമാനുള്ള മുസ്ലിം അല്ലാഹുവിന്റെ റസൂലിട്ടിയ മക്കത്തെ മുശ്രിക്കീങ്ങൾ വന്ന് കേൾക്കടേ. 3 പ്രശ്നക്ക് ശരിയായ ഉത്തര ചൊല്ലെങ്കിൽ നബി അംഗീകരിക്കണോ, അഥവാ ചൊല്ലണുകാവില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് കൊല്ലണോ. ഹബീബായ തങ്ങളിട്ട് ഈ 3 പ്രശ്നം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുട നാളെ ചൊല്ല. ഹബീബായ തങ്ങളിട്ട് നാളെ വന്ന് കേൾക്കുമ്പോ നബി തങ്ങൾക്ക് മറുപടി ചൊല്ലുകാവില്ല. കാരണം ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു കൊടുത്തില്ല. അങ്ങ് 2ാമത്തെ നാള് മടങ്ങി വന്ന് കേൾക്കുമ്പോ നബി തങ്ങളിട്ട് ഉത്തര ഇല്ല. അങ്ങ് മടങ്ങി പോയാറ് 3ാമത്തെ വന്നാറ് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുക ജവാബില്ല. ഒരു വ്യാഖ്യാനത്തിൽ ഖുർആന്റെ ഒരു വ്യാഖ്യാനത്തിൽ ചൊല്ലണോ 40 വരേക്കും അല്ലാഹുവിന്റെ റസൂല് വഹിയില്ലാണ്ടായി പോയിട്ട് 40 വരേക്കും അല്ലാഹുവിന്റെ റസൂലിട്ട് ജിബ്രീൽ വന്നില്ല. ആ മക്കത്തുള്ള എല്ലാ ആളുമാരും അല്ലാഹുവിന്റെ റസൂല് വേണ്ടാത്തത് ചൊന്നു നടന്നാറ്. നബി തങ്ങൾ മനസ്സുക വല്ലാതെ ആഘാതമായിട്ട് ബേജാറായി പുൽപുട്ടകനിക്കത് സന്ദർഭമാണ്. ഹബീബായ തങ്ങൾക്ക് 25 നാള് വഹിയില്ല, അഥവാ 40 നാള് വഹിയില്ല, അതല്ല 12 നാള് വഹിയില്ലാണ്ട് വേറെ വേറെ അഭിപ്രായങ്ങളുണ്ടോ. ഏതായാലും ആ മുശ്രിക്കീങ്ങളുടെ ചോദ്യത്തെ ഒന്നും അല്ലാഹുവിന്റെ റസൂൽ സൂറത്ത് പോയിട്ട് ചൊന്നിട്ടോ. എല്ലാരും വേണ്ടാത്തത് നബി തങ്ങളെ ബഗ്ഗ പ്രചാരാക്കുമ്പോ അതാ നസലൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിട്ട് വന്ന് ചൊല്ലുട നബിയേ ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. എന്തൊക്കെ നബിയെ നാളെ ചൊല്ലേ അല്ലാഹുവിന്റെ റസൂല് എന്തൊക്കെ നബിയെ നാളെ ചൊല്ലേണ്ട ചൊല്ലേ ഇൻഷാ അല്ലാഹ് കൂടി കൂട്ടി ചൊല്ലണുക ഇല്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്തൊരു ചൊല്ലുടെങ്കിലും ഇൻഷാ അല്ലാഹ് ചൊല്ലണ നബിയേ. അത് ചൊല്ലാത്തത് കൊണ്ട് ജിബ്രീൽ പറഞ്ഞു താമസിച്ചു പോയ നബിയേ. എത്ര വലിയ സന്ദർഭമാണ്, എത്ര വലിയ ഒരു വിഷയമാണ്. ഹബീബായ തങ്ങളെ ഇൻഷാ അല്ലാഹ് ചൊല്ലുക പൊട്ടുപോയത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു കൊടുത്ത പരീക്ഷണ. അങ്ങനെ പോലെയല്ല ഞങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലുക മറന്നു പോയത് പോലെയല്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവുക എല്ലാ നന്മയുടെയും കാട്ടി തന്നെ മഹാനാണ്. ആ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പലതരത്തെ പരീക്ഷണങ്ങളുണ്ടോ. അതെല്ലാത്ത ആഖിറത്തുൽ
പ്രതിഫലമുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലാത്തതിന്റെ പേരിൽ ഇത്ര വലിയ ബേജാർ അനുഭവിക്കാനായി വന്നെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂലിനെ സമാധാനാക്കുന്നതിനു വേണ്ടി ജിബ്രീൽ ഉടനെ കൊണ്ടുവന്ന സൂറത്താണ് സൂറത്തുൽ ദുഹാ. ആ സൂറത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജിബ്രീൽ ഓതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. സമയത്തെ തന്നെയാണ് സത്യം. ദുഹാ നിസ്കാരത്തെ ഒരു സമയം തുടങ്ങില്ലേ, ആ ടൈമുടെ തന്നെയാണ് സത്യം. അല്ലാഹു ദുഹാത്തെ സമയത്തെ സത്യം പിടിച്ചിട്ടുണ്ട്. സാധാരണ സത്യം കൊണ്ട് മക്കളുടെ കൽത്താന് അല്ലേ, ഉമ്മയുടെ കൽത്താന്, അബ്ബയുടെ കൽത്താന്, അല്ലെങ്കിൽ മുസാഫ് പിരിച്ചിട്ട് മുസാഫിയുടെ സത്യം ഇട്ട് ചൊല്ലൂടെ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലൂടോ, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് ശറക. അല്ലാഹു അല്ലാഹുവിനെതിരെ ആര് പിടിച്ച് സത്യം ചെയ്യറാണ്, അത് കുഫ്രിയത്തിന്റെ അടയാളമാണ്. സത്യം ചെയ്യുമ്പോ തീരാ സത്യാവണമില്ല. മക്കളുടെ കൽത്ത് പിടിച്ചിട്ടുണ്ട്, ഉമ്മയുടെ കൽത്ത് പിടിച്ചിട്ടുണ്ട്, പള്ളിയുടെ സത്യം ചൊല്ലി, കഅബത്തെ സത്യം പിടിച്ചിട്ടുണ്ട്. അതൊന്നും സത്യം അല്ല. അല്ലാഹു അല്ലാഹുവിനെതിരെ പിടിച്ച് സത്യം ചെയ്യണോ അധികാരമുള്ള ഒരാളില്ലെങ്കിൽ അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിന് മാത്രം അധികാരം. ആ അല്ലാഹു ചൊല്ല വദ്ദുഹാ, ദുഹാന്റെ സമയത്തെ തന്നെയാണ് സത്യം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ, വല്ലൈലി ഇരുണ്ട് കിടക്കട ചിമ്മയായ കണിക്കത്തെ ജാവുടെ തന്നെയാണ് സത്യം. ഇദാ സജാ, ആ പ്രകാശമുള്ള, ആ പ്രഭാതമുള്ള, നല്ല വെളിച്ചമുള്ള കണിക്കത്തെ പോലുണ്ടല്ലേ, സുബയുണ്ടല്ലേ, ആ സുബയുടെ മുച്ചി ബൈക്കിട കണിക്കത്തെ ചിമ്മയുടെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു ദൂറാക്കിടമാ, അല്ലാഹുവിന്റെ റസൂലിട്ട് അല്ലാഹു പെണങ്ങിരമാ. അല്ലാഹു നബിയേ ഒർക്കം അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ദൂറാക്കില്ല, അല്ലാഹുവിന്റെ റസൂലിട്ട് അല്ലാഹു പെണങ്ങില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ദുനിയാവിടെ കാണ ഖൈർ അല്ലാഹുവിന്റെ റസൂലുകോ ആഖിറമാണ് നബിയേ. ആ ആഖിറത്ത് അല്ലാഹുവിന്റെ റസൂല് വന്നെങ്കിൽ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ കഷ്ടത്തും പരിഹാര, ദുനിയാവിൽ അനുഭവിച്ച എല്ലാ ബേജാറും ഇൻസൾട്ട് ആക്കപ്പെട്ട എല്ലാ കാര്യത്തും അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ ആഖിറത്തിൽ പ്രതിഫലമുണ്ട് നബിയേ. എങ്ങനത്തെ പ്രതിഫലം കൊണ്ടുണ്ട്? അല്ലാഹുവിന്റെ റസൂല് ഖുശിയാവണോ, അല്ലാഹുവിന്റെ റസൂല് ഇനി മയ്യാവോ, ഇനി എന്തും നക്ക് വേണ്ടാണ്ട് നബി തങ്ങൾ ചൊല്ലണോ. അല്ലാഹുവിന്റെ റസൂലെ തൃപ്തിപ്പെടുത്തര അല്ലാഹു തണ്ട നബിയേട്ട് ചൊല്ലുമ്പോ തോകൂ. ഈ ആയത്ത് ജിബ്രീൽ ഓതി തീർക്കുന്നതോടുകൂടി അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുട, ഇദൻ വല്ലാഹി ലാ അർദാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. ജിബ്രീലെ അല്ലാഹു നന്റെ കൊസിയാകളെ തര തണ്ടല്ലേ, നക്ക് സന്തോഷമാവിടെ തര തണ്ടല്ലേ, നന്റെ തൃപ്തിപ്പെടുത്തര തര തണ്ടല്ലേ, എങ്കിൽ വല്ലാഹി വല്ലാഹി അല്ലാഹുടെ തന്നെയാണ് സത്യം. അല്ലാഹു നന്റെ മഅ്ശറത്തിൽ നന്റെ കൊസിയാക്ക് പാട്ടനുണ്ട് കണ്ടെങ്കിൽ, അല്ലാഹു നന്റെ മഅ്ശറത്തിൽ തൃപ്തിപ്പെടുത്തുന്നുണ്ട് കണ്ടെങ്കിൽ, ഈ മലാര പരിസരത്തിലുള്ള അല്ലാഹുവിന്റെ റസൂലെ പിരിസവിച്ച ഏതൊരു മുസ്ലിം ഇന്നെങ്കിൽ പോലും, എങ്ങനത്തെ താനെ മുസ്ലിം ആണെങ്കിൽ പോലും അല്ലാഹുടെ നരകത്ത് ഗമീത്ത് പോയാണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടെ ജിബ്രീല് വല്ലാഹി നാണ് മഅ്ശറത്തിൽ പൊറുത്തപ്പെടാല. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി എന്തിരെ? എല്ലാ ഉമ്മത്തികളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു.
എല്ലാ മുഅ്മിനീങ്ങളും നരകത്തിൽ നിന്ന് സലാമത്താവണം. അതാണ് അല്ലാഹുവിന്റെ റസൂലിനെ പൊറുത്ത ആ നേതാവിടെ ജന്മദിനമാണ് ഈ റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടുള്ളത്. ആ നേതാവിടെ ജന്മദിനമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആഘോഷിച്ചിട്ടുള്ളത്. ആ നേതാവിടെ ബഗ പഠിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങളെ മക്കൾ നബി തങ്ങളെ മദ്ഹ് പാടുപാട്ടിയോണ്ടും പടിപാട്ടിയോണ്ടും പ്രസംഗിപ്പാട്ടിയോണ്ടുള്ളേ. ആ നേതാവിടെ ആദർശത്തെ പഠിക്കുന്നതിനു വേണ്ടിയാണ് റബീഉൽ അവ്വൽ ഈ പാതിര ജാബുക പോലും നൂറുകണക്കിനുള്ള സഹോദര സഹോദരിമാർ ഒരുമിച്ച് കൂടി വെച്ചിട്ടുള്ളേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ, നന്റെ നല്ലോണം പിരിസാക്കണോ, നന്റെ നല്ലോണം പിരിസാക്കണോ. ആ പിരിസ നിങ്ങൾക്ക് എല്ലാത്തെ കാണാൻ യാറെ നണ്ടിട്ടിക പറഞ്ഞു. അത് ബറാണ്ട് നിങ്ങൾ ഈമാനുള്ള മുഅ്മിനീങ്ങളാവാല, പരിപൂർണമാവാല നിങ്ങളുടെ ഈമാൻ. എന്തിന് അല്ലാഹുവിന്റെ റസൂലുകൾ പിരിസ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ സ്വഹാബി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ? ഞങ്ങളെല്ലാവരും എത്രമാ ഉസ്താദമാരെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ കേട്ട ആളുമാരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒന്നാമത്തെ സ്വഹാബിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാന്റെ ഒരു തിറാസിന്റെ ഒരു ഭാഗത്തിലും പിന്നൊരു ഭാഗത്തില് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാന്റെ വെച്ചെങ്കിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാന് കായിട്ടിക്കടെ യാറദിന്ന എന്ത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ചൊന്തു. ആരാണ് അബൂബക്കർ സിദ്ദീഖ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാൻ യാറ ഖുർആൻ ഓതിയ ആൾമാരുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാൻ യാറ ഉംറ ചെയ്യുന്ന ആളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാൻ യാറ ഖത്മ തീർത്ത ആളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണാൻ യാറ നിസ്കരിച്ച ആൾമാരും ചിലപ്പോ ഇക്കുവാറ്. എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പിരിസമുണ്ടല്ലേ, ആ പിരിസത്തിന് സമമായ പിരിസ ലോകത്തുള്ള പിന്നെ ഒരേ ഒരാളും നബി തങ്ങളുടെ കാട്ടുകുത്തിയിട്ടില്ല. ഒരു ഉദാഹരണ, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് മക്കം ഫത്ഹായ സമയത്തില് റായപൊട്ടും മക്കത്തെ മദീനത്ത് കൂടി പോയ സ്വഹാബികളും അല്ലാഹുവിന്റെ റസൂലും അതാ മക്കത്തെ വിജയിച്ചിട്ട് മക്കത്തെ അധികാരം പിടിച്ചെടുത്തിട്ട് ആ മക്കത്തേക്ക് രണ്ടാമത് മടങ്ങി പറമ്പത്തുകൂ 10,000 സൈനികമാർ സ്വഹാബികൾ നബി തങ്ങളുടെ കൂടെ ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 10,000 സൈനികമാരുണ്ടോ? ഏത് റായത്ത് അല്ലാഹുവിന്റെ റസൂലും മടങ്ങി വണ്ടകൊണ്ടുണ്ട സ്വന്തം റായത്തെ ഹബീബായ തങ്ങളെ ഓടുപാട്ടിയങ്ങ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരെ നൊമ്പലാക്കിയങ്ങ നബി തങ്ങളുടെ കുടുംബത്തിൽ പെട്ടുകൾ കൊന്നങ്ങ അല്ലാഹുവിന്റെ റസൂല് സ്വത്തിനെ നാശാക്കിയങ്ങ അല്ലാഹുവിന്റെ റസൂല് അവത്ത് കിടങ്ങീരാക്കിയങ്ങ അല്ലാഹുവിന്റെ റസൂല് നടക്കുമ്പോ കല്ലെറിഞ്ഞങ്ങ അല്ലാഹുവിന്റെ റസൂല് നടക്കിട തെരുവ് കുപ്പിരവോട് പൊടിയാക്കിട്ടിട്ട് അതിനെ മേടക്ക് ബജക്കര മുച്ചി വെച്ചിട്ട് നബി തങ്ങളുടെ കാലക തറക്കുന്നുണ്ട് കാത്തങ്ങ. ആ റായത്ത് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബിക തിരിഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളുടെ ചൊല്ല ഒരു ഉപദേശമുണ്ടോ? സ്വഹാബ പകബീട്ടണ്ട, ഒരാളും മക്കത്തിലുള്ള ആളുമാരുടെ പകബീട്ടൊക്കെ നോക്കണ്ട. അവിടെ ഒരേ ഒരു പെണ്ണിങ്ങക്ക് തൊന്തരാവകു തീരാ, അവിടെ ഉള്ള വയസ്സരങ്ങ് തൊന്തരാവകു തീരാ, അവിടെ ഉള്ള മക്കാരും തൊന്തരാക്കു തീരാ. ആ ഹബീബായ തങ്ങളും 10,000 സ്വഹാബിക മക്കത്തേക്ക് പോയപ്പോ ഒന്നാമത്തെ സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാളുടെ ബാപ്പ അണ്ട് മുസ്ലിം അല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ബാപ്പയുടെ പേര് ഉസ്മാനാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ബാപ്പയുടെ പേര് ഉസ്മാനാണ്. പക്ഷേ അറിയപ്പെട്ടത് അബൂ ഖുഹാഫ. അയാളുണ്ട് മുസ്ലിം അല്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അബ്ബടെ തേടിയോണ്ട് പോണ്ടു. പണ്ട് അവ ഇന്നെ ജാഗ അബ്ബടെ തേടിയോണ്ട് പോകുമ്പോ 90 വർഷം കഴിഞ്ഞിട്ട് കിടത്തത്തിലായ അബ്ബടെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കണ്ട് എനിക്കൊണുകാവില്ല കിടത്തത്തിലായിട്ടുണ്ടോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അബ്ബ ചൊല്ലുടമോട് നിന്റെ ധർമ്മത്തിൽ ഇസ്ലാമുക നാളും പണ്ട് നിന്റെ മുഹമ്മദിനെ നാളും വിശ്വസിക്കട. ഇത് ചൊല്ലുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഭയങ്കര കൊസിയാവിടൂ. പക്ഷേ എന്റെ കൊസിയായെങ്കിൽ എങ്ങനെ അമ്പടെ കൂട്ടിയോണ്ട് പോട്ടെ എനിക്കൊണുകാവില്ല.
അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അപ്പടെ രണ്ട് കയ്യിലിങ്ങനെ ഭാരിട്ട് ഉദ്ദാക്കി പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് മുന്നോട്ട് പുറത്തോട്ട് പോയിട്ട് ചൊല്ലു, നബിയേ നന്റെ അബ്ബ മുസ്ലിമാവൂട നബിയേ. എത്ര കൊസിയാവ് നിന്റെ പിരിസപ്പെട്ട പാലകാറമാര് അപ്പരൊട്ടിക പിരിസവുള്ളവരോ മോണു എത്ര സന്തോളാവോ. അള്ളാന്റെ റസൂല് ഷഹാദത്ത് കലിമ ചൊന്നു കൊടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ രണ്ട് കണ്ണുലും ഇങ്ങനെ തണ്ണി അരിയൊക്കെ തുടങ്ങിട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ജോറ് കുടുംബത്തു അള്ളാന്റെ റസൂല് കേക്കട, എന്ത് അബൂബക്കർ കൊശിപടയനായ നാളല്ലേ, നിങ്ങളെ ബാപ്പ മുസ്ലിമായ നാളല്ലേ, നിങ്ങളെ ബാപ്പ ഇസ്ലാമൊക്കെ കടന്നു വന്ന നാളല്ലേ, കൊശിപടയിലെ ബദലക്ക് എന്ത് ബേജാറ് പുൽപ്പെട്ടരെ കേൾക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചൊല്ലോടും, അല്ല നബിയേ നന്റെ ഹബ്ബ മുസ്ലിമാവുടെ ബദലക്ക് അള്ളാന്റെ റസൂല് കുഞ്ഞ ബാബു ത്വാലിബ് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ എത്ര കൊശിയാവാത്ത നബിയേ. കാരണം അള്ളാന്റെ റസൂലുക്ക് വലിയ പിരിസത്തെ ആണല്ലേ നബി തങ്ങളെ കുഞ്ഞ ബാബു ത്വാലിബ്. ഹബീബായ തങ്ങൾക്ക് അയാള് മീത്ത് മുസ്ലിമായെങ്കില് അള്ളാന്റെ റസൂലുക്ക് നണ്ടപ്പ മുസ്ലിമായതിരക്കാണ് യാറെ കൊസിയാവാലാത്ത നബിയേ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് ആ കൊസിനെ നോക്കണക്ക് വേണ്ടിട്ട് നാണി ഈ സമയത്തിൽ കൊതിച്ചു പോയ നബിയേ. നന്റെ ബാബ മുസ്ലിം അവിടെ ബദലക്ക് അള്ളാന്റെ റസൂല് കുഞ്ഞബ മുസ്ലിമായെങ്കിൽ എത്ര നല്ല എന്ത്. അതാണ് ഹദീസിൽ ചൊന്നേ, നിങ്ങളെ സ്വന്തം അപ്പടെ കാണാൻ യാറെ പേര് അള്ളാന്റെ റസൂലൊട്ടിക്ക് പണ്ടതുവരെയൊക്കെ ആ പിരിസ പടയണക്ക് സാധ്യമായ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. അബ്ബ മുസ്ലിമായപ്പോ ചൊല്ലെ നന്റെ അബ്ബ മുസ്ലിമാവുടെ ബദലക്ക് നബി തങ്ങളെ കുഞ്ഞബ മുസ്ലിമായെങ്കിൽ അള്ളാന്റെ റസൂൽക്ക് കൊസി ആവാൻ തയില്ലേ, ആവാൻ തല്ല നബിയെ. ആ കൊസിയുടെ നബി തങ്ങളൊട്ടിക്ക് കാണണക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് അതൊക്കെ വേണ്ടിയിട്ടാണ് അബ്ബടെ ബദലക്ക് കുഞ്ഞബ നബി തങ്ങളെ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ ചൊന്ന് കൊതിച്ചു പോയ നബിയെ. അതാണ് ഈമാൻ, അതാണ് മഹബത്ത്, അതാണ് അള്ളാന്റെ റസൂലുള്ള പിരിസ. അബൂ മഹദൂറ ചൊല്ല ഒരു സ്വഹാബിയുണ്ട്, അയാൾക്ക് ഭയങ്കര മുടി. ഫിറോസ് വായിച്ചൊത്ത് മുടിന്റെ ആൾമാരെ കാണുമ്പോൾ പോലീസ് ചൊല്ലോൺ കാഞ്ചബലിക്കറ. അബൂ മഹദൂറ ചൊല്ല ആള് മുടി ബലത്തൊക്കെ തീരെ മുടി. പക്ഷെ അബൂ മഹദൂറ ചൊല്ല ഒരു സ്വഹാബി നല്ല ഒരാള്, നല്ല ഇബാദത്തുകാരൻ. പക്ഷെ അയാളുള്ള ഒരു പുറത്തെന്തര കൊന്നുണ്ട് ഭയങ്കര മുടി. ആ മുടി ഇങ്ങനെ നീട്ടിട്ടുണ്ടല്ലോ, രണ്ടാമത് ഉൾഗത്തേക്ക് മടക്കി വെച്ചിട്ട് അതിന്റെ മേൽക്ക് മുണ്ടാസിയുണ്ട്. അല്ലെങ്കിൽ ഇലിയുഹീര് പെണ്ണുങ്ങളൊക്കെ ഞങ്ങ ചില ആൾമാർ വിചാരിച്ച മുടി ചുണ്ടതുണ്ടല്ലോ, ഇത് ഭയങ്കര സൗന്ദര്യ ചന്താണ്. ചെറിയ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന LKG പഠിക്കുന്ന മക്കളെ തലരെ മുടി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്തരതിലുള്ള ഞങ്ങൾ എന്തിന്റെ പേരിച്ചിലെ പെണ്ണുങ്ങളുടെ സൗന്ദര്യ ചൊന്നെങ്കിൽ എന്തിന്റെ ചന്ത ചൊന്നെങ്കിൽ എന്തെങ്കിലും ഒന്നാക്കിട്ട് പോല കെട്ടിട്ട് അത് ചന്ത. ലൈസൽ ജമാലു ബിഅസ്വാബിന്തു സൈനുനാ ബലിൽ ജമാലു ജമാലുൽ ഇൽമി വൽ അദബി ലൈസൽ യതീമുൽ ലദി ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി. നേരായിട്ടും യഥാർത്ഥ സൗന്ദര്യ ചന്ത അല്ല. ഞങ്ങളെ വസ്ത്രങ്ങൾ കൊണ്ടു, ഞങ്ങളെ ഡ്രസ് കൊണ്ടു, ഞങ്ങളെ ശരീരത്തെ പ്രകൃതി കൊണ്ടു ഞങ്ങൾ ആക്കടക്കനക്കത്തെ ചില ഈ ഗുൽമാളും ഈ ഒരു എന്തെല്ലാം കസറത്തുണ്ടല്ലേ, അതല്ല നേരായിട്ടും യഥാർത്ഥ ചന്ത. ഈ വസ്ത്രം കൊണ്ട് അലങ്കരിച്ചിട്ട് ഞങ്ങളുടെ തടിരെ കാട്ടക്കനക്കത്തെ സൗന്ദര്യ അല്ല യഥാർത്ഥ സൗന്ദര്യ. മഹാന്മാർ ചൊല്ലേ ബലിൽ ജമാലു ജമാലുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ സൗന്ദര്യ വിദ്യയുള്ള ഒരാളുകളുള്ള സൗന്ദര്യ, യഥാർത്ഥ സൗന്ദര്യ ശിസ്തുള്ള ഒരാളുകളുടെ സൗന്ദര്യ, യഥാർത്ഥ സൗന്ദര്യ ഡിസിപ്ലിൻ ഉള്ള കണക്കത്തെ ഒരു വ്യക്തിയിൽ നിന്നിട്ട് ಹೊರಹೊಮ್ಮಡೆ കണക്കത്തെ സൗന്ദര്യ. അവന്റെ ആചാര, അവന്റെ വിചാര, അവന്റെ നടവടിക്ക്, അവന്റെ ഗുണനടത്തെ ഒരു 4 കൂടി നടക്കുമ്പോഴത്തേക്ക് അവന്റെ ഒരു പലക, അവന്റെ ഒരു സ്വഭാവ, അവന്റെ ഒരു അച്ചടക്ക, അതായിട്ട് സൗന്ദര്യ. മഹാന്മാരെ ചൊല്ലേ അല്ലാട്ടി മുടി കൊണ്ടിട്ടും വസ്ത്രം കൊണ്ടിട്ടുള്ള സൗന്ദര്യ അല്ല.
വസ്ത്രം കൊണ്ടിട്ട് മുടി കൊണ്ടിട്ട് ചന്താവണ്ടല്ല, ചന്താവണം, നല്ല സ്റ്റൈലാക്കണം. ആർക്ക് വേണ്ടിട്ട് ഒരാണുണ്ട് പെഞ്ഞായിക്ക് കാണുക ചന്താവണം, ഒരു പെണ്ണുള്ള മാപ്പിളക്ക് കാണുക ചന്താവണം. ആ ചന്താവണക്ക് ഞങ്ങൾ ആരും തയ്യാറല്ല അല്ലേ? ഞങ്ങളെ പെണ്ണിങ്ങ ചന്തവിടാറെപ്പ, ഞങ്ങളെ പെണ്ണിങ്ങ ചന്തവിടെപ്പ കൊത്തല്ല ഏതെങ്കിലും ഒരു പോക്കറക്കടെ മുല്ല മൊയിലാഞ്ചി പോകും. അണ്ടങ്ങ ചന്തവിടെ 12 ഗಂಟೆ 1 ಗಂಟೆ ಜಾವತ್ತಲ್ಲ കിടന്നിട്ടില്ല. മാപ്പിളേക്ക് എന്തിരി ബാബു ഉറങ്ങും, ടൈമായില്ല, ലൈറ്റ് ഒന്ന് ഓഫ് ആക്കില്ല, തെല്ല് നിൽക്കുമല്ലേ, ഭർത്തി ആക്കിയുള്ളതാണ്, മൊയിലാഞ്ചി വെച്ചോല്ലേ, പോക്കറക്കടെ മുല്ല മങ്ങിൽത്ത് പോകും. മാപ്പിളെ കാണുക ഓണപ്പ മൊയിലാഞ്ചി കണ്ടവളിട്ട ഓണ് കണ്ടേ അവളുടെ മങ്ങിൽ തണ്ട് ജാവുകർക്ക് കണ്ട മൊയിലാഞ്ചി, പിന്നെ അവൾ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ അവളുടെ കയ്യിൽ മൊയിലാഞ്ചി. പിന്നെ കാടെ റായത്തിൽ ആരെങ്കിലും ഒരു പരിപാടി ദാവത്തിന്റെ പണ്ട് അവൾ ഉപയോഗിക്കുന്നത് മൊയിലാഞ്ചി. ബംഗാറാണെങ്കിൽ അങ്ങനെ പിന്നെ ഈ ബംഗാറിട്ട് ആരെങ്കിലും മങ്ങിലത്ത് പോകുമ്പോ മാപ്പിളക്ക് ചന്ത കാണുക ബംഗാറിട്ട് നിന്നിട്ടേക്കാനെ ഒക്കെ നിക്കണുകോളു പേടി അവിടെ കണ്ട സാത്തകവും പണ ബേക്കോ കേൾക്കാറുണ്ട്. അതുകൊണ്ട് വിഷയം. അപ്പൊ ഏതായാലും ചന്താവണു ആണ് പെണ്ണുക്ക് വേണ്ടിയിട്ട്. ഏത് പെണ്ണുക്ക് വേണ്ടിയിട്ട്? സ്വന്തം ഹലാലായ രൂപത്തിലാണ് കിട്ടിയ പെണ്ണുക്ക് വേണ്ടിയിട്ട് ആണും ചന്താവണം. പെണ്ണുങ്ങ മാത്രമല്ല ചന്താവണം, ആണികം ചന്താവണം പെണ്ണുക്ക് വേണ്ടിയിട്ട്, പെഞ്ഞായിക്ക് വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശിഷ്യന്മാരിൽ വെച്ചിട്ട് ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച കനികത്തെ ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരിൽ അഗ്രഗണ്യ സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ ചൊല്ലു, നക്ക് ഏറ്റവും പിരിസവുള്ള കൊസിയുള്ള സ്വരം തിരകൊത്തുണ്ട് എന്റെ പെഞ്ഞായിര മുട്ട പോകുമ്പോഴത്തേക്ക് ചന്ത കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, എന്റെ പെഞ്ഞായിരൊട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ചന്ത കൊടുത്ത് എനിക്ക് ഭയങ്കര പിരിസ. ആണികം അങ്ങനെ എവിടെയെങ്കിലും സൂപ്പർ 6 മാച്ച് പോകുമ്പോഴത്തേക്ക്, എവിടെയെങ്കിലും ചുത്തോ പോകുമ്പോഴത്തേക്ക്, ടൂറ് പോകുമ്പോഴത്തേക്ക് അല്ല ചന്ത അവിടെ. പെഞ്ഞായിരം മുട്ട പോകുമ്പോഴത്തേക്ക് ചന്ത നല്ല ചന്താവടി. ഇത് ആണിക പെണ്ണികളെ മാത്രം ചൊന്നിട്ടാൻ പറ്റില്ല. പാണികൾക്ക് ഡൗത്ത് പോയിട്ട് തരി കേട്ടിലിന്റെ തെവാള്. പെണ്ണികൾക്ക് മാത്രല്ല ആണികക്കും വേണു. ആണികം പെണ്ണുക്ക് വേണ്ടി ചന്താവടി. ഇത് മങ്ങിലായിട്ട് ഒരു 2-3 തിങ്കൾ തോന്നുണ്ടല്ലേ ഓനടിച്ച് സ്പ്രേയിൽ ഓൺ അഞ്ഞ പാസ്സാകുമ്പോഴത്തേക്ക് മണക്കോസും അരിഞ്ഞ് 1 കിലോമീറ്റർ ദൂരത്തിൽ അത്ര സ്പ്രേ അടിച്ചിട്ട് 3 തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ചുണ്ടരെ ഒരു സൈഡിൽ മാറുത്തി അരിഞ്ഞോട്ടുണ്ട്, ഒരു സൈഡിൽ തലങ്ങാണിയുണ്ട് ചൈന കയ്യിൽ, പിന്നെ കീസിൽ ഇത്തരം മധുര പാക്കറ്റ് അവർക്ക് തുണി കലക്കുമ്പോഴത്തേക്ക് ഇടീ പാൻട്ര കീസ് തേട്ടിന്റെ സ്വറ യന്ത്രം ഇവിടെ മധും ഇത് ബാക്കിയിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കാറുണ്ട്. ഓണ്ടിട്ടുള്ള പിരിസത്തിന്റെ കീസിൽ പൈസ കിട്ടുവാട്ടല്ല. ആ നിലക്കല്ല. പെണ്ണിനൊട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ആണും ചന്തം, ആണും ചന്തമാണ്. സൗന്ദര്യം വേണു, സൗന്ദര്യം ആവശ്യമാണ്. പക്ഷേ ഞങ്ങളുടെ ശരീരം കൊണ്ടിട്ടുള്ള ഈ ഒരു ഉന്മാദും ഈ ഒരു വേണ്ടാത്ത എന്തെല്ലാം മോശമായ ഒരു ചില പ്രയത്നങ്ങളുണ്ടല്ലോ, അതല്ല യഥാർത്ഥ സൗന്ദര്യം. അച്ചടക്ക കൊണ്ടും ഇൽമ കൊണ്ടിട്ടുള്ള സൗന്ദര്യമായിട്ട് ഇവിടെ ഇസ്ലാം പരിപാടി യഥാർത്ഥ സൗന്ദര്യം. എന്നാ ചൊന്നോട്ട് വന്നേ അബൂ മഹദൂറ ചൊല്ല ആള് ഭയങ്കര മുടി വെച്ച ഒരാൾ, മുടിയുടെ പിറക് ഇങ്ങനെ മടക്കിയിട്ട് അതിന് മേലെ മുണ്ടാസ് കേട്ടേ സ്വഹാബിങ്ങ ചൊല്ല അബൂ മഹദൂറ നിങ്ങൾക്ക് ഈ മുടിയെ ഒന്ന് കൊടുത്താക്കൊണ്ടു തീരില്ലേ, ഈ മുടിയെ ഒന്ന് ശരിയാക്കൊണ്ടു തീരില്ലേ? അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇല്ല ഇല്ല വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ കൈ കൊണ്ടിട്ട് പൂഞ്ഞ മുടിയാണ്. തന്റെ ഹബീബി മുടിയെ ഒന്ന് തൊട്ടുറോ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ തലയുടെ ഇങ്ങനെ പൂഞ്ഞി പൊട്ടുറോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടിട്ട് തട്ടിയ മുടിയുണ്ടല്ലേ, അതിനെ മുറിച്ചിട്ട് എരിയുക മനസ്സ് വണ്ടില്ല. അതാണ് മഹബ്ബത്ത്. മുടി ബൈക്കോറുണ്ടല്ല, അയാൾ എന്തൊക്കെ മുടി വെച്ചേ അല്ലാഹുവിന്റെ റസൂൽ തൊട്ട് മുടിനെ മുറിച്ചിട്ട് എരിയുക മനസ്സ് വണ്ടില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബിക അങ്ങനെയാണ്. നബി തങ്ങൾ തൊട്ട് ജാഗ അതിന് ബർക്കത്തുണ്ട്. എന്തൊക്കെ യാറ ചൊല്ലണോ, അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതിയോണ്ടിന്റെ മിമ്പർ ഉണ്ടല്ലേ, ഹബീബായ തങ്ങള് 3-ാമത്തെ പടിയിൽ നിന്നിട്ടാണ് ഖുതുബ ഓതുരേ. ഹബീബായ തങ്ങളെ വഫാത്തായതിൽ പിന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2-ാമത്തെ പടിയിൽ നിന്റെ ഖുതുബ ഓതുക തുടങ്ങിട്. കാരണം ചൊല്ലുട് അല്ലാഹുവിന്റെ റസൂൽ പത്തിയൊടുക 10 അബൂ ഖുഹാഫയുടെ മോണായിട്ടില്ല. ബഹുമാനമാണ് അല്ലാഹുവിന്റെ റസൂലുടെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുതുബ ഓതുന്നത് നിന്റെ ജാഗയുണ്ടല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് വെച്ച ജാഗയുണ്ടല്ലേ, ആ ജാഗ
അരികെ പോയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതാ കെപ്പടെ ഇങ്ങനെ വെച്ചിട്ട് പോയിട് നബി തങ്ങളെ കാല് തട്ടിയ ജാഗയുടെ സ്വന്തം മുഖത്തെ ഇങ്ങനെ വെച്ചിട്ട് ഉറച്ചിട്ട് ചൊല്ലുടോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലെ ബറക്കത്ത് കിട്ടിയ ജാഗയാ നബി തങ്ങളുടെ കൊല്ല പിർസ ഹബീബായ തങ്ങളെ കാല് തട്ടിയ ജാഗയിൽ എപ്പോഴെങ്ങനെ ഉറച്ചത് നിന്റെ ഹബീബ് കാല് വെച്ച ജാഗ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളെ മോണല്ലേ അല്ലാഹുവിന്റെ റസൂൽ ഒരു നാൾ ഉമർ ഖത്താബ് ഔത്തുക പോണ്ടു ഹബീബായ തങ്ങളെ ഉമറുൽ ഫാറൂഖ് ഔത്തുക പോണ്ടു അല്ലാഹുവിന്റെ റസൂൽ ഉച്ചനേര ഉമറുൽ ഫാറൂഖ് ഔത്തുക പോബത്തു ഉമർ ഖത്താബ് ഔത്തെ ബായിലിട്ട് ബന്ധാക്കിയിട്ടുണ്ടോ ഹബീബായ തങ്ങളുടെ ദൂരെ ഒരു മരത്തടിയിലേക്ക് ഉമർ ഖത്താബ് ഔത്തിരെ ചാലെ മരത്തടിയിൽ നിന്ന് സുമാർ നബി തങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മരത്തടിയിലെ തണലുക വേണ്ടി ദൈക്കുമ്പോ തോകൂ ഉമർ ഖത്താബിന്റെ മോണോ ഔത്തെ ഉള്ളുകത്തെ നോക്കൂടൂ ഹബീബായ തങ്ങളുടെ ഓടി പണ്ട് ഈ സംഭവം നടന്നതിൽ പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബിന്റെ മോനുണ്ടല്ലേ മരിക്കോളം വഫാത്താവോളം എല്ലാ നാളും സുബൈഹും അസറും ആ മരത്തെ മുതലൊക്കെ തണ്ണി കൊണ്ടുപോയി ബീത്തറ് വേറെ സ്വഹാബികൾ കേൾക്കട്ടെ യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഉമർ ഖത്താബിന്റെ മോൻ അബ്ദുല്ലാഹ് ചൊല്ലുന്ന വ്യക്തി നിങ്ങൾ എല്ലാ നാളും ആ മരത്തുക്ക് സുബൈഹും അസറും തണ്ണി ബീത്തറാറല്ലേ ബാക്കിന്റെ മരത്തുക്ക് തണ്ണി ബീത്തില്ലല്ലേ എന്തേ നിങ്ങൾ ആ മരത്തുക്ക് തണ്ണി ബീത്തുകൂ കാരണം കേൾക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊന്ന മറുപടി കണ്ട് എന്തിനു കൊണ്ടുണ്ട ബാലക്കാരാ അല്ലാഹുവിന്റെ റസൂൽ ഈ മരത്തടിയിൽ ഒരു നാള് വന്ന് തെച്ചിത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പാപ്പട കാണുക വന്നപ്പാ ഈ മരത്തടിയിൽ അല്ലാഹുവിന്റെ റസൂൽ തെച്ചിത് അതുകൊണ്ടൊന്നാണ് മരിക്കടത് വരേക്കും ഈ മറമീത് പാടി പോണു തീരാ ഈ മറ ഉണങ്ങി പോണു തീരാ തന്റെ ഹബീബ് തെച്ച മറ പോലും ഉണങ്ങരുത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇഷ്ടപ്പെടില്ല അല്ലാഹുവിന്റെ റസൂൽ തെച്ച മറ ഉണങ്ങുക തീരാ അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പിർസ നബി തങ്ങൾ തെച്ച മറ കൊണ്ടല്ല മറ ഉണങ്ങുക തീരാ ചൊന്നു എല്ലാ നാളും സുബൈക്കും മസന തന്നി ബീത്തിരെ നന്റെ ഹബീബ് തെച്ച ജാഗ എന്തിന്റെ പേർച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പിർസ ചൊന്നെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ റബീഉൽ അവ്വൽ ബറബത്തു നബി തങ്ങളെ മദ്ഹു ചൊല്ലുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര എനർജി അല്ലാഹ് തങ്ങൾ റബീഉൽ അവ്വൽ തീരണങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവിടുത്തോലങ്ങ് ചാവും പോലെ ഉറക്കില്ല എന്തിനെല്ലാം ആക്കണങ്ങോട് എല്ലാ കസരത്താക്കിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് വേണ പണ്ടത്തെ വീഡിയോയുടെ കട്ടിങ് വേണ സ്റ്റേറ്റസിൽ എല്ലാം ആക്കിയിട്ട് ഇതിന്റെ എങ്ങനെയെങ്കിലും ഒന്ന് റബീഉൽ അവ്വൽ നബി തങ്ങളുടെ മദ്ഹു ചൊല്ലുന്നതിന് നിപ്പാട്ടുന്നുണ്ട് വിഷയത്തിൽ വേറെന്തോ ഇല്ല നബി തങ്ങളുടെ മദ്ഹു ചൊല്ലുക തീരാ അല്ലാഹുവിന്റെ റസൂലാതെ പോകുക തീരാ നബി തങ്ങളുടെ ആ നല്ല സ്വഭാവത്തെ ലോകത്തെ മുന്നിൽ ചൊന്നു കൊടുക്കണു തീരാ അല്ലാഹുവിന്റെ റസൂൽ മദ്ഹുടെ മക്കളുടെ പാടുപാട്ടുക തീരാ നബി തങ്ങളുടെ കുടുംബത്തെ ചരിത്രത്തെ മക്ക പഠിക്കൊടുക തീരാ അതിലൊരു ബേജാറുണ്ട് കനിക്കത്തൊരു വിഭാഗമുണ്ട് അല്ലാഹു കാത്തു സലാമത്താകട്ടെ അല്ലാഹു ഈമാൻ സലാമത്താകട്ടെ വലിയ വിഷയമാണ് അത് നബി തങ്ങളുടെ മഹബത്ത് കൊണ്ടിട്ടാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ സ്ഥാനത്തേക്ക് എത്തിപ്പോയി ഇബാദത്ത് കൊണ്ടിട്ടല്ല ഭയങ്കര ഇബാദത്തുണ്ടോ നബി തങ്ങളുടെ പിരിസത്തിലോട്ട് തെല്ല് പുറത്തെ കൊണ്ടുണ്ട് കണ്ടെങ്കിൽ ഇവിടെ ഇബാദത്തിൽ അല്ലാഹു വലിച്ചിട്ട് തോടുകയറി ഉദ്ദേശിച്ചിട്ട് നബി തങ്ങളുടെ പിരിസ കൊണ്ട് അത് ഈമാന്റെ അടിസ്ഥാനമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാർത്ഥമായ പിരിസ കൊണ്ടല്ല അത് ഈമാന്റെ അടിസ്ഥാനമാണ് ഇബാദത്ത് കൊണ്ടിട്ടല്ല രക്ഷപ്പെടേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ പിരിസ ഉള്ളവർ ആളുകളുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലെ ആദർശത്തെ ഫോളോ ആകൊണ്ടു സാധ്യമാവൂ നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നെങ്കിൽ നബി തങ്ങളുടെ പിരിസ വേണം പിരിസ ഇല്ലാതെ ഒരാളത് സാധ്യമല്ല നബി തങ്ങളെ ಬಗ್ಗೆ പഠിക്കണോ ഹബീബായ തങ്ങളെ ಬಗ್ಗೆ പ്രത്യേകിച്ച് പെണ്ണിങ്ങ ഞങ്ങളുടെ മക്കളുടെ ഇണ്ടിങ്ങനാവണകൊല്ല കാരണം എന്തെങ്കിലും ഞങ്ങളുടെ പെണ്ണിങ്ങായിട്ട് ഗ്രഹിക്കും മൂല കാരണം ആ പെണ്ണിങ്ങ ബേജാറാക്കുക വേണ്ടി ചൊല്ലല്ല ഉമ്മമാർ അപ്പമാർക്ക് യാറ മക്കളെന്തോ നോക്കി വയ്ക്കണതാവില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബി പോയിട്ട് നബിയെ ഞങ്ങൾക്ക് യാറ കടമ ഉള്ളേ യാറ ബാധ്യത ഉള്ള ആരുടെ കേൾക്കുമ്പോൾ
നബി തങ്ങൾ എന്തിനാ മറുപടി ചൊന്നി? നിന്റെ ഉമ്മരൊട്ടിക്ക്. പിന്നാരൊട്ടിക്ക് നബിയെ കേൾക്കുമ്പോ പിന്നും ചൊന്നി നിന്റെ ഉമ്മരൊട്ടിക്ക്. മൂന്നാമത് പിന്നും നബി തങ്ങളുടെ കേട്ട പിന്നാരൊട്ടിക്ക് നബിയെ, പിന്നെയും നിന്റെ ഉമ്മരൊട്ടിക്ക്. നാലാമത് ചൊന്ത് നിന്റെ ബാപ്പരൊട്ടിക്ക്. എന്തിനപ്പങ്ങനെ 3 വട്ടം ഉമ്മരൊട്ടിക്ക് ചൊല്ലി? ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ചൊല്ലേ, ഒരു അബ്ബകും ലോകത്തുള്ള ഒരു അബ്ബകും സാധ്യയില്ലാത്ത ഒരു 3 ജവാബ്ദാരിയുടെ ഉമ്മ ഏറ്റെടുത്തത് കൊണ്ടിട്ടു. ലോകത്തുള്ള ഒരു അബ്ബകും സാധ്യയില്ലാത്ത ഒരു 3 കാര്യം ഉമ്മക്ക് മാത്രം സാധ്യമുള്ള കനികത്തെ ഒരു 3 സ്വരമുണ്ട്. ആ സ്വര ഉമ്മ നിറവേറ്റത് കൊണ്ടിട്ടു. ഉമ്മരൊട്ടിക്ക് നിക്ക് ബാധ്യത ഉണ്ടു. നാലാമതല്ലാണ്ട് റസൂൽ അബ്ബരൊട്ടിക്കാണ്ട് ചൊല്ലേ. എന്താണ് ആ 3 കാര്യം? ഒന്നു ചുരുക്കിന്റെ ചൊല്ലെ ഗർഭം ചുമന്നത്. ഒലിമ്പോ തിങ്കൾ ഗർഭം ചെയ്തിട്ട് പുറത്തു നടന്നേ ഒരപ്പക്കും ലോകത്തിലത് സാധ്യമല്ലത് ഉമ്മയുടെ കൊണ്ട് മാത്രമേ സാധ്യ. ഒലിമ്പോ തിങ്കൾ ഭയത്തിൽ വെച്ച് പുറത്തിട്ട് നടന്ന ഉമ്മയുണ്ടല്ലേ, ആ ഉമ്മാക്ക് സ്വരത്തെ ഒരപ്പകും അതാക്കുക സാധ്യല്ല. രണ്ടാമതല്ലാടെ റസൂല് പിന്നെയും ഉമ്മരൊട്ടുകൊല്ല. കാരണം ഉറുക്കിടാവിടെ പെറുമ്പത്തുകൊള്ള പേത്തു നമ്മള അനുഭവിച്ചത് ഉമ്മ മാത്രമാ. ഒരപ്പകും പെരനൊമ്പലെന്തിനെ ചൊല്ലത് കൊന്തില്ല. കൊന്തായം ദുനിയാവ് വിട്ടുകൊണ്ടിരാത്ത ഇന്ന് വേണ്ട മക്ക ഉമ്മക്ക് മാത്രം കൊന്തത്. ആ നൊമ്പലത്തെ അത്ര നേരം അധ്വാനിച്ചിട്ട് പുൽപുട്ടിട്ട് ബേജാറായിട്ട് അനുഭവിച്ച നൊമ്പലത്തുണ്ടല്ലേ, ആ കിടാവിടെ പുൽപ്പ് കേക്കലോട് കൂടി മുഖ കാണലോട് കൂടി ഉമ്മ മറക്കിട്. ഉമ്മക്കത് വില വിഷയല്ല. ലോകത്തിൽ പ്രസവത്തെ പേത്തിരു നൊമ്പൽ അനുഭവിക്കുന്ന ഉമ്മമാറ് മാത്രമാണ്. അതുകൊണ്ട് അല്ലാണ്ട് റസൂൽ ചൊല്ലി പിന്നെയും നിന്റെ ഉമ്മരൊട്ടിക. മൂന്നാമത് ഹബീബായ തങ്ങൾ ബദലേ നിന്റെ ഉമ്മരൊട്ടിക ചൊല്ലുകൊല്ല. കാരണം ഒരേ ഒരു പാപകും കിടാവുകും പാല് കൊടുക്കണവും സാധ്യമല്ല. ഒരു കിടാവുക പാല് കൊടുക്കണ അവിടെ ഉമ്മക മാത്രം. 2 വർഷത്തോളം ഉമ്മമാരും മക്കൾക്ക് പാല് കൊടുക്കണ വേണ്ട അതാപ് നിങ്ങൾ നോക്കൂ, കഷ്ടപ്പാട് നിങ്ങൾ നോക്കൂ. ഏത് പാതിര ജാവുണ്ടില്ല പോളുണ്ടില്ല. അപ്പമാർക്ക് ചിലപ്പോ സ്വറപുട്ടിട്ട് വന്ന് ബച്ചിന് ഉറങ്ങിട്ടിപ്പോ 12 ഗಂಟೆ ജാവ് കിടാവുമെല്ലാം പുൽപ്പെടുമ്പത്തേക്ക് അപ്പ അർസവറ കൊണ്ട് തലങ്ങാൻ്റെ അടുത്തോണ്ട് പുറത്ത് പോണ കൊണ്ട് ഉറങ്ങണക്ക് എന്ത് ഷാവുബ ഉറക്കുകയില്ല. നക്ക് സുബൈക്ക് സ്വറത്ത് പോകണോ അങ്ങ് ചിലപ്പോ ബീരിക്കിടെ ഉമ്മ ഓല് സുബൈരെ പിടിച്ച് അസർത്തോലെ ഉറങ്ങടെ കാണും. നൈറ്റ് ഡ്യൂട്ടി ജാമനത്തെ ഓടുപാട്ട് ഡ്രൈവർമാരില്ല ടാങ്കർ അങ്ങ് നോക്കൂ. ചിലപ്പോ സുബൈലെ വെച്ച് ഉറങ്ങിട്ടിക്കാറ് അങ്ങ് മോന്തിൽ പിന്നെ പുട്ടി എന്ത് ട്രാഫിക് എന്തിക്കില്ല ഇത് ചോട്ടിയോട്ട് പോവാൻ. അങ്ങനെ പെണ്ണുങ്ങ പോലമണ ഫുള്ള് ഉറങ്ങിട്ട് ജാമണക്കിട്ട് പാൽ കൊടുത്തോണ്ട് സോളാക്കിക്കൊണ്ടിരിക്കട്ടെ ഇല്ല. സുബൈകും ഈ ആണിങ്ങ എനിക്കിടെ കാണാൻ ഒന്നൊരു പെണ്ണിങ്ങ സ്വറത്ത് നിന്നിട്ടിക്കിടാറ് ജാവും പോലും അങ്ങ് രസ്റ്റില്ല. എന്തൊക്കെ വേണ്ടി കിടാവുക വേണ്ടി ഒർക്ക പുൽപുട്ടോട് കിടാവ് രണ്ടാമത്തെ പെട്ട പുൽപ്പെടുമ്പോ ആണിങ്ങ കർഷവെന്നെങ്കിൽ ആ ഉമ്മക്ക് എത്ര ക്ഷമ വേണു, എത്ര സബുറ് വേണു. ഏതെങ്കിലും ഒരു ആണിങ്ങ ഒന്ന് കിടാവ് പുൽപ്പെടുമ്പോ നീ ഉറങ്ങിക, ഞാൻ തെല്ല് നേരം ജോലി കഴിഞ്ഞിട്ട് കിടാവിടെ ആട്ടിടങ്ങ ചൊന്നോട്ടിക്ക് എവിടെ ചുണ്ട ബാബ അതിന്റെ പെണ്ണിങ് ചിലപ്പോ കുറവാൾ കഴിഞ്ഞിട്ട് കേട്ടല്ലേ വാളുണ്ട് വിഷയം. നേരെ കൊറോണ വന്നപ്പോ നോക്കോറുണ്ട് ഞങ്ങൾ ഉത്തരവുകമേ ബാക്കിയായിട്ടാകുമ്പോ മക്കളെ കിരിക്കിരി എന്തിനാ കൊന്നിട്ട് ഉമ്മക്ക് എത്ര കിരിക്കിരി ആവാലപ്പ. ഉമ്മമാർക്ക് എത്ര സഹിക്കണം മക്കളെ.